ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ പരിപാടിക്ക് വേണ്ടി പോവാണ്. ഉമ്മയുണ്ട്, ഫിലിമോളൊക്കെ ഉണ്ട്, വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടുത്തെ പോയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഇൻട്രോ എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല, അപ്പോൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഞാനും ഉമ്മയും ഫിലിമോളും കൂടെ ഓട്ടോ വിളിച്ചിട്ടാണ് മുണ്ടക്കുളം UP സ്കൂളിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തിയ ഉടനെ തന്നെ 11 മണിക്ക് നമ്മുടെ പ്രോഗ്രാം ഉണ്ട്. ദഫാണ് ഫസ്റ്റായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും വന്ന ഉടനെ തന്നെ ഓരോരുത്തരായിട്ട് മാറ്റിക്കോളാൻ വേണ്ടിയിട്ട് ടീച്ചർ പറഞ്ഞു. അപ്പോൾ ഞാൻ ഫിലിമോൾക്ക് മാറ്റിച്ചു കൊടുക്കുകയാണ്. ഉമ്മയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. പിന്നെ ക്ലാസ് റൂമും തന്നെ അവിടെ ലൈറ്റ് ഒന്നും ഇല്ലായിരുന്നു. രാവിലെ ആയതുകൊണ്ട് ചെറുതായിട്ടൊരു വെളിച്ചം റൂമിലുണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് വീഡിയോയിൽ കുറച്ച് കാണുന്നത് കേട്ടോ. പിന്നെ ഫാൻ ഉണ്ടായിരുന്നു, ഒരൊറ്റ ഫാനാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണെങ്കിൽ ആ റൂമിൽ 3 അംഗനവാടിയിലുള്ള ആളുകൾ ഒരു റൂമിൽ മാറ്റുന്നുണ്ട്. അപ്പം 3 മൂലയിൽ ആളുകളുണ്ട്. കുറേ ആളുകൾ തിങ്ങി കൂടുമ്പോൾ തന്നെ നമുക്ക് ക്ലാസ് റൂമിൽ ഭയങ്കരമായിട്ട് ചൂടെടുക്കലാണല്ലോ. എന്തായാലും ചൂടെടുത്തിട്ടാണെങ്കിൽ നമ്മൾ ഏകദേശമൊക്കെ വീഡിയോസൊക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് പാൻറ്റും വൈറ്റ് ഷർട്ടും ആണ്, അത് ഇന്നാക്കിയിട്ടുണ്ട്. ഫുൾ സ്ലീവിലുള്ള ഷർട്ടാണ് നമ്മൾ ദഫിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത്. പിന്നെ ഈ ഒരു കോട്ട് നമ്മുടെ പേർപ്പിൾ പിങ്ക് ഒരു സിൽവർ ഷെയ്ഡിൽ വരുന്ന കോട്ടാണ്. അത് ഞാൻ ചെസ്റ്റിന്റെ 2 സൈഡിലും ഷർട്ടിന്റെ ഉള്ളിലൂടെ കുത്തി കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ദഫ് കളിക്കുമ്പോൾ ചാടി കളിക്കുമ്പോൾ അങ്ങനെ അവിടുന്ന് ഇങ്ങനെ ഉന്തി പോരാൻ പാടില്ലല്ലോ. കറക്റ്റായിട്ട് അമർന്ന് നിൽക്കാൻ വേണ്ടി ഞാൻ 2 സൈഡിൽ പിന്ന് കുത്തുന്നുണ്ട്. പിന്നെ കോട്ടിന്റെ നടുവിലൊരു സെൻറ്റർ പോർഷനിൽ ഒരു പിന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷോൾഡർ അവൾക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കോട്ടിന്റെ ലൂസായിട്ട്. അപ്പോൾ ഷോൾഡറിന്റെ 2 സൈഡിലും ഞാൻ ഉള്ളിലൂടെ പിന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മുടി കെട്ടുന്നതായിരുന്നു ഭയങ്കര വലിയ സംഭവം കേട്ടോ. പിന്നെന്താ വെച്ചാൽ പെൺകുട്ടികളാകുമ്പോൾ മുടി കാണുമല്ലോ, ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാലും. അപ്പം മുടി ഞാൻ 2 കൊമ്പാക്കി കെട്ടി. എന്നിട്ട് ഞാൻ എല്ലാം കൂടെ പിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, മേലക്ക് ബണ്ണ് വെച്ചിട്ട് കെട്ടുന്നുണ്ട്. അതിനുശേഷം ഞാൻ നേരത്തെ തന്നെ ദഫിനുള്ളത് കൊണ്ട് തന്നെ ക്രാബ് വെച്ചാൽ തൊപ്പിയും അതുപോലെ ഒപ്പരക്ക് തട്ടൊക്കെ ഇടുമ്പോൾ കറക്റ്റായിട്ട് നിന്നോളും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു കുഞ്ഞു ക്രാബ് അവൾക്ക് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്രാബ് വെച്ച് മേലോട്ട് കുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പോരാഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു മുടികൾ സൈഡിൽ നിന്നും താഴെ നിന്നും മേലിൽ നിന്നൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ പോന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതെന്ത് ചെയ്തു, സ്ലൈഡ് എടുത്തിട്ട്, സ്ലൈഡ് പിന്നെ കുറച്ചധികം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എടുത്തു. എല്ലാ മുടിയും ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്ത് സ്ലൈഡ് കുറേ കുത്തി. സ്ലൈഡ് കുത്തിയപ്പോൾ ആൾക്ക് ഭയങ്കര വേദന ഉണ്ട് കേട്ടോ. വേദന മീൻസ് മുടിൻ്റെ ഉള്ളിലൂടെ കുത്തുമ്പോൾ ഓരോ മുടി ഇങ്ങനെ ചെറുതായിട്ട് വലിയുമ്പോൾ ഭയങ്കര വേദന ഇല്ലെങ്കിൽ ചെറുതായിട്ടൊരു വേദന ഉണ്ടാവുമല്ലോ, കുഞ്ഞു മക്കളല്ലേ. അപ്പോൾ വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷനൊക്കെ അവൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ മുടിയൊക്കെ സെറ്റ് ചെയ്തു. പാൻറ്റും കോട്ടും എല്ലാം ഇട്ടു. പിന്നെ വൈറ്റ് ഷൂ ആണ് കേട്ടോ. അത് ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം പാൻറ് ഇട്ട് കഴിഞ്ഞാൽ ഇട്ട് കൊടുത്തു. അവിടെ നിലത്തൊക്കെ നല്ലപോലെ ചളിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ചവിട്ടി കയറിയല്ലേ ചെരുപ്പിട്ടിട്ട്, അപ്പോൾ ചളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഷൂ ആദ്യം തന്നെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ സ്ലൈഡൊക്കെ കുത്തി കൊടുത്തു. പിന്നെ നമ്മുടെ തൊപ്പി വന്നിട്ട് സൂഫി തൊപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ തൊപ്പി ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇട്ട് കൊടുത്ത് അവൾ 1-2 ചാട്ടൊക്കെ ചാടിയപ്പോഴേക്കും അതിങ്ങനെ കൊഴിഞ്ഞാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, ദഫ് കളിക്കുന്ന സമയത്ത് ചാടുമ്പോൾ തൊപ്പി കൊഴിഞ്ഞ് ചാടിയാലും തൊപ്പി എടുക്കാൻ നിൽക്കണ്ട, ഈ കളിച്ചോണ്ട് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ കൊടുത്തു. പിന്നെ തൊപ്പി 1-2 ചാട്ടം ചാടുമ്പോൾ അത് ഊരി പോരുന്നുണ്ട്. ഇങ്ങനത്തെ തൊപ്പി എല്ലാ കുട്ടികൾക്കും അങ്ങനെ ഊരി പോരാറുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ നമ്മൾ ഷോളിൻ്റെ ഒക്കെ അടിയിലിടല്ലോ സ്കാർഫ്, ബ്ലാക്ക് കളറിലുള്ളത് ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മേലെ ഞാൻ ക്യാപ്പ് വെച്ചു. പിന്നെ ദഫ് അവൾ ആദ്യമായിട്ടാണ് കയ്യിൽ പിടിച്ച് കൊട്ടുന്നത്. അപ്പം ഞാൻ ദഫ് ഒന്ന് കയ്യിൽ കൊടുത്തിട്ട് ഒന്ന് മുട്ടി നോക്ക്, മുട്ടാൻ കഴിയുന്നുണ്ടോ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്നുള്ള ആ ഒരു റിഹേഴ്സൽ ഒന്ന് നടത്തി. പിന്നെ ദഫിൽ നമ്മൾ ഇതുപോലത്തെ വൈറ്റും പിങ്കും കളറിലുള്ള എന്താ പറയുക റിബൺസ് ഒക്കെ കെട്ടി സെറ്റാക്കി കൊടുത്തു. അങ്ങനെ 4-5 പേരൊക്കെ റെഡി ആയവരെ ഞങ്ങൾ ഡെസ്കിൽ ഇരുത്തി. പിന്നെ ഞങ്ങൾ ഫ്രണ്ട് ഭാഗത്തേക്ക് കൊണ്ടുവന്നു. എല്ലാവരെയും നേരെ നിർത്തി ടീച്ചേഴ്സിൻ്റെയും ചേച്ചിയുടെ ഒക്കെ കൂടെ നിർത്തിയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോഴേക്കും നമ്മുടെ നമ്പർ ആയിട്ടുണ്ട്. തൊട്ടടുത്ത് സ്റ്റേജിൽ വേറൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മളത്. അപ്പോൾ ഫിലിമോൾ അവിടെ നോക്കി നിൽക്കുകയാണ് അവർ കളിക്കുന്നത് കണ്ടിട്ട്. അങ്ങനെ നമ്മുടെ ഫിലിമോളുടെ ദഫിൻ്റെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ കാണികൾ കാണാനുണ്ട്. 25 അംഗനവാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ സ്റ്റേജിൽ കയറിയിട്ട് ഫിലിമോൾ 2ാമത്തെ കുട്ടിയാണ് കേട്ടോ. ഇതിൽ നോക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ ആയിട്ട് തോന്നും.
രണ്ടാമത്തെ കുട്ടിയാണ് ഫിലിമോളത്. അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ, ഫിലിമോളെ കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിന്റെ സോങ് ഞാൻ ഇടുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി ദഫിന്റെ വീഡിയോ ഇട്ടപ്പോൾ അതിന്റെ കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു സോങ്ങിന്റെ ഇതുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ജസ്റ്റ് 1-2 കട്ടിങ് മാത്രമാണ് ദഫ് കാണിക്കുന്നത്. കോപ്പിറൈറ്റ് വന്നതുകൊണ്ട് തന്നെ ഞാൻ സൗണ്ട് ഓഫ് ചെയ്ത് വെച്ചിട്ട് 2-3 കട്ടിങ് ഞാൻ കാണിക്കുന്നുണ്ട്, ജസ്റ്റ് ദഫ് ഇതാണെന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മള് എനിക്ക് ചുമയുണ്ട് കേട്ടോ, അതാണ് ഒന്നാമത്തെ പ്രോബ്ലം. ഇടയ്ക്ക് ഇതേപോലെ ചുമ വരുന്നത്. അപ്പൊ അടിപൊളിയായിട്ട് മക്കളെല്ലാരും കളിച്ചു, ഉഷാറായിട്ട് തന്നെ കളിച്ചു. എല്ലാ മക്കളും ഇട്ടോ അടിപൊളിയായിട്ട് കളിച്ചു. കളിയുടെ ഇടയിൽ 2 സ്റ്റെപ്പ് ചാടിയപ്പോൾ തന്നെ ഫിലിമോളുടെ ക്യാപ്പ് താഴെ കൊഴിഞ്ഞാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവളെ അതാ കൊഴിഞ്ഞാടുന്നുണ്ടോ. പിന്നെ അവളുടെ തലയിൽ ആ തൊപ്പി ഉണ്ടല്ലോ, സ്കാർഫ്, അതുള്ളത് കൊണ്ട് വല്ലാണ്ട് അങ്ങോട്ട് അറിഞ്ഞില്ല. ആ ഒരു രീതിയിൽ അവരുടെ കൂടെ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ആ ക്യാപ്പ്. നമ്മള് ക്രാബാണല്ലോ, മുടി പൊന്തിച്ചിട്ട് ക്രാബ് കൊണ്ട് കുത്തിയതുകൊണ്ട് തൊപ്പിയുടെ പോലെ തന്നെ ഈ സ്കാർഫും പൊന്തി നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് അറിയുന്നുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല തൊപ്പി പോയത്. അവളെ സ്റ്റേജിന്റെ ബാക്കിൽ നിന്ന് കൂട്ടാൻ പോയപ്പോഴാണ് തൊപ്പി എവിടെ ചോദിച്ചപ്പോൾ തൊപ്പി സ്റ്റേജിൽ ചാടി എന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ വീഡിയോ എടുത്ത് നോക്കുമ്പോഴാണ്, വീഡിയോയിൽ ഞാൻ പിന്നീടാണ് കാണുന്നത് തൊപ്പി ചാടിയ സംഗതിയൊക്കെ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ സ്റ്റേജിന്റെ ബാക്കിൽ പോയി അപ്രിസിയേഷൻ ഒക്കെ കൊടുത്തു, ഉഷാറായി എന്ന് പറഞ്ഞ് നമ്മൾ നേരെ ക്ലാസ്സിലോട്ട് കൊണ്ടുവന്നു. പിന്നെ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു, കഴിക്കാൻ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു, ചെറുതായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. ചോറ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതാ നമ്മുടെ കളിയൊക്കെ കഴിഞ്ഞു, ഫുഡൊക്കെ കഴിഞ്ഞു. അവിടെ സ്റ്റേജിന്റെ ഭാഗത്ത് കുറെ കാണികളുണ്ട്, അതിന്റെ ഭാഗത്തൊക്കെ കുറെ ചോളപ്പൊരി വിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ചോളപ്പൊരി വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ദഫ് കഴിഞ്ഞിട്ട് കളിച്ച് ഉഷാറാക്കി കളിച്ചു കഴിഞ്ഞാൽ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ദഫ് കളിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ വേറെ ഡ്രസ്സ് മാറ്റി ചോളപ്പൊരി വാങ്ങാൻ പോയി. അത് കിട്ടിയാരാണ് കേട്ടോ സന്തോഷമായത്. അത് പിന്നെ എല്ലാവർക്കും വീതൊക്കെ കൊടുത്ത്, എല്ലാ കുട്ടികളെ കാണുമ്പോൾ അവർക്കൊക്കെ കുറച്ച് കുറച്ച് വാരി കൊടുക്കും. അങ്ങനെ അത് തീരുമാനമായി. പിന്നെ അവിടെ ലവ് ബേർഡ്സിന്റെ വലിയൊരു കൂടുണ്ടായിരുന്നു സ്കൂളിന്റെ മുന്നിൽ തന്നെ, മുറ്റത്ത് തന്നെ. അതിൽ കുറച്ചു നേരം കണ്ടു. പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കാനായി. ഫുഡ് കഴിക്കാനുള്ള ലൈനാണ് കേട്ടോ, 2 ലൈനായിട്ട് അത്രയും തിരക്കും കാര്യങ്ങളായിട്ടാണ് നിൽക്കുന്നത്. പ്ലേറ്റ് ഒക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഉമ്മയും ഫിലിമോളും കൂടെ പ്ലേറ്റിൽ ചോറൊക്കെ വാങ്ങി. പിന്നെ ഫിലിമോളെ ചോറ്, ഇത്രയും ചോറ് കണ്ടിട്ട് ആരും നോക്കണ്ട കേട്ടോ, കാരണം അവര് വിളമ്പി തന്നപ്പോ അങ്ങോട്ട് വാങ്ങി പോന്നു. കുട്ടിക്കാന്നൊന്നും പറയാൻ നേരല്ല, തിരക്കല്ലേ. അങ്ങനെ ഫുഡ് കഴിച്ച ഉടനെ തന്നെ ടോയ്ലറ്റിലൊക്കെ പോയി. ഞാനിതാ തുണിയും കുപ്പായും കെട്ടുമൊക്കെ ആയിട്ട് നമ്മൾ ഒപ്പനേന്റെ ഡ്രസ്സ് കോസ്റ്റ്യൂമും റെഡിയാക്കി കൊടുക്കുകയാണ്. അപ്പൊ എല്ലാവരും മാറ്റുന്നുണ്ട്. ഇനി ഉച്ചന്റെ ശേഷമാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞു. നമ്മൾ 2 മണിയൊക്കെ ആയിരുന്നു ഫുഡ് കഴിച്ച് മാറ്റാൻ ഒരുങ്ങിയപ്പോ തന്നെ. 3 മണിയാകുമ്പോൾ പ്രോഗ്രാം ഉണ്ടാവും എന്ന് പറഞ്ഞു. 3:30 3:45 ഉണ്ടായത് കേട്ടോ. അപ്പൊ ഞങ്ങളിതാ മുടി ഞാൻ സാധാ ദഫിന് കെട്ടിയ പോലെ തന്നെ നടു എടുത്തിട്ട് ക്രാബ് കുത്തിയിട്ട് മുന്നിലൊക്കെ സ്ലൈഡ് കുത്തി, മുന്നിലോട്ട് മുടി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കുറച്ച് മോയ്സ്ചറൈസർ എടുത്തു, അതിലോട്ട് ഫൗണ്ടേഷൻ ആക്കിയിട്ട് മോയ്സ്ചറൈസറും ഫൗണ്ടേഷനും കൂടെ നല്ലപോലെ എൻ്റെ കയ്യിൽ തന്നെ മിക്സ് ചെയ്തിട്ട് അവളെ ഫേസിൽ ഇട്ട് കൊടുക്കാണ് കേട്ടോ. അങ്ങനെ അവളെ ഫേസിൽ ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ അവള് എനിക്ക് ഇട്ടുതരാന്ന് പറഞ്ഞിട്ട് ചുണ്ടിന്റെ മേലൊക്കെ ചെറുതായിട്ട് മസാജ് ഒക്കെ ചെയ്ത് തരുന്നുണ്ട്. അതാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഭയങ്കരമായിട്ട് വിയർത്തൊലിക്കലായിരുന്നു. അത് ചിലപ്പോൾ വീഡിയോയിലൊക്കെ കാണാം, ഞാനും അവളൊക്കെ വിയർത്തൊലിക്കുന്നത്. എന്തായാലും വിയർത്തൊലിച്ചാലും വേണ്ടിയില്ല, പരിപാടി ഉഷാറാവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഐബ്രോ എഴുതുന്നുണ്ട്. ഫിലിമോളുടെ ഐബ്രോസ് അധികം ബ്ലാക്ക് കളർ തന്നെയാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് ഒപ്പനയ്ക്ക് എല്ലാവരും വരക്കണമല്ലോ, അതൊന്ന് എടുത്ത് കാണിക്കണമല്ലോ ഐബ്രോ ഒക്കെ എഴുതിയത്. ഈ തുണിയും കുപ്പായൊക്കെ ആകുമ്പോൾ അതിലോട്ട് മാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഐബ്രോസ് നല്ലപോലെ വരച്ചു കൊടുക്കണമല്ലോ. അപ്പൊ അങ്ങനെ ഐബ്രോസ് വരച്ചു കൊടുത്തു. പിന്നെ അതിന്റെ ഇടയിൽ വേറെ കുട്ടികളുടെ പേരൻസ് ഒക്കെ വരുന്നുണ്ട്, മേക്കപ്പ് സാധനങ്ങളൊക്കെ ചോദിച്ചിട്ട് മക്കളെ മാറ്റാൻ വേണ്ടിയിട്ട്. ഓരോരുത്തർ ഓരോ സൈഡിൽ നിന്നിട്ട് മക്കളെ മാറ്റുന്നുണ്ട്. ഫിലിമോൾ അതിന്റെ ഇടയിൽ മേക്കപ്പ് കണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. അവൾ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് അങ്ങനെ എടുക്കുന്നുണ്ട്. ഞാൻ കുറെ ചീത്തയും കാര്യങ്ങളൊക്കെ അതും പറയുന്നുണ്ട്. സോപ്പിടുന്നുണ്ട്. അങ്ങനെ ഏതായാലും അവളുടെ കയ്യിൽ ഫൗണ്ടേഷന്റെ സ്പഞ്ച് കിട്ടിയിട്ടോ, അത് കിട്ടിയപ്പോൾ അവളാക്കിക്കൊണ്ടെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒപ്പലാണ്. എന്തായാലും ഐബ്രോസ് ഒക്കെ ഇട്ട് ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് നമ്മൾ ഐഷാഡോ പാലറ്റ് എടുത്തിട്ട് അതിൽ റെഡ് പേർപ്പിൾ കളറിലുള്ള ഐഷാഡോ നമ്മൾ 2 കണ്ണിലിട്ട് കൊടുക്കുകയാണ്. അപ്പോഴേക്കും അവൾക്ക് ഞാനിടണം, ഞാൻ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്
അവള് കച്ചറ കൂടുന്നുണ്ട് കേട്ടോ. ഞാൻ അതും ഇതൊക്കെ പറഞ്ഞ് അവിടെ നിർത്തുന്നുണ്ട്. കാരണം പരിപാടിയാണല്ലോ, എല്ലാവരും മാറ്റിയിരുന്നപ്പോൾ നമ്മൾ നേരം വൈകാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നല്ലപോലെ മാറ്റി. എന്നിട്ട് പിന്നെ കുറച്ചു നേരം ഇരുന്നപ്പോ എനിക്ക് കഴിയുന്നില്ല, ഞാൻ കുറച്ചു നേരം കൊമ്പിട്ട് നിന്നല്ലോ. അപ്പൊ ഞാൻ ഡെസ്കിന്ന് കയറ്റി നിർത്തി, എന്നാലും എന്റെ ഹൈറ്റിന് നേരായിട്ട് നിൽക്കും. അപ്പൊ അങ്ങനെ ഞാൻ ഐലൈനർ എഴുതാണ്. അപ്പം ഐലൈനർ നമ്മൾ സാധാ ഐലൈനർ വെക്കുമ്പോൾ പരന്നു പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെൻ ഐലൈനർ ഉണ്ടായിരുന്നു, അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ആദ്യം വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ വാട്ടർ പ്രൂഫിന്റെ ഡാസിലറിന്റെ ഐലൈനർ ഉണ്ടായിരുന്നു, അപ്പൊ അത് ഞാൻ അതിന്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാല് ക്ലാസ് റൂമിൽ ഭയങ്കര വിയർത്തൊലിക്കല്ലേ, ഇപ്പൊ ആ പ്രോഗ്രാം ഒന്നും അറിയൂല. വിയർത്തൊലിച്ചു കഴിഞ്ഞാല് ഈ ഒരു പെൻ ഐലൈനർ പെട്ടെന്ന് കളർ പോവുകയും ചെയ്യും. കുറച്ചു നേരത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. വിയർപ്പ് വെയിലൊക്കെ അടിച്ചാൽ പെട്ടെന്ന് പോകും. അതുകൊണ്ട് തന്നെ ഞാൻ വാട്ടർ പ്രൂഫിന്റെ ഐലൈനർ ആകുമ്പോൾ പെട്ടെന്ന് പോകത്തില്ലല്ലോ, വെള്ളം നനഞ്ഞാലും വിചാരിച്ചിട്ട് അതൊന്ന് ഇട്ട് കൊടുത്ത്. ഞാൻ കണ്ണ് തുറക്കരുത് ട്ടോ, പെരന്നു പോട്ടോ എന്ന് പറഞ്ഞ് കുറച്ചു നേരം ഊതി കൊടുത്ത് ഒന്ന് ഉണക്കിയെടുത്തു, സെറ്റാക്കി. അതിനുശേഷം ഞാനിതാ ലാസ്റ്റ് കോമ്പാക്റ്റിന്റെ പൗഡർ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഞാൻ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അവൾക്ക് കണ്ടപ്പോൾ ഞാനാണ് ആദ്യം എന്ന് പറഞ്ഞിട്ട് വാശി ഇരിക്കുന്നുണ്ട്. എന്തായാലും 1-2 തവണ ആക്കിക്കോന്ന് പറഞ്ഞ് കൊടുത്തു. അതിനുശേഷം ഞാൻ തന്നെ എല്ലാ സൈഡിലും സെറ്റാക്കി റെഡിയാക്കി കൊടുത്തു. പിന്നെ നമുക്ക് ബ്ലഷ് ഉണ്ട്. ബ്ലഷ് നമ്മൾ ഒപ്പനക്ക് മക്കൾക്ക് ഇട്ട് കൊടുക്കുക, നമ്മളിങ്ങനെ വട്ടത്തിൽ റൗണ്ട് ആക്കിയിട്ട് 2 തവളിലും ഇട്ട് കൊടുക്കുകയാണല്ലോ ചെയ്യുക. പിന്നെ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുക. അപ്പൊ റെഡ് കളറാണ് ഒപ്പനക്ക് പറഞ്ഞിട്ടുള്ളത്, ഐഷാഡ് ഒക്കെ. അപ്പോൾ ലിപ്സ്റ്റിക് വേണമെന്ന് പറഞ്ഞിട്ട് വാശി ഇരിക്കുന്നു. അപ്പൊ ഞാൻ എന്നാ പിന്നെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ച് അങ്ങനെ ലാസ്റ്റ് ലിപ്സ്റ്റിക് ഇടാന്ന് വിചാരിച്ചത്. പക്ഷെ അവള് സമ്മതിക്കാത്തത് കൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു. അതിനുശേഷമാണ് കേട്ടോ ബ്ലഷ് ഇടുന്നത്. അപ്പൊ അതിലൊരു കുട്ടികളൊക്കെ ഉണ്ട്, ദഫിനൊക്കെ കൂടി. അവളുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് തന്നെയാണ്. മാറ്റുന്നതൊക്കെ കണ്ടിങ്ങനെ നോക്കി നിൽക്കുക, കാരണം അവർക്ക് ദഫാണല്ലോ, ഒപ്പന ഇല്ലല്ലോ. അപ്പൊ ഇതൊക്കെ തേക്കുന്നതൊക്കെ കണ്ടിട്ട് അവരിങ്ങനെ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുകയാണ്. പിന്നെ ലിപ്സ്റ്റിക് ഇട്ടു. ലിപ്സ്റ്റിക് എത്ര ഇട്ടിട്ട് അവർക്ക് മതിയാവുന്നില്ല കേട്ടോ. അങ്ങനെ ഇട് ഇങ്ങനെ ഇടുന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ അവള് ചുണ്ട് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുന്നുണ്ട്, ഞാൻ മാറ്റുന്നൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക് കൊണ്ട് തന്നെ ഞാൻ ബ്ലഷ് ആക്കിയിട്ട് ഞാൻ വട്ട ഇട്ട് കൊടുക്കുകയാണ് 2 കവിളിലും. അപ്പൊ ഇത് ബാംഗ്ലൂരിൽ നിന്ന് എളാമന്റെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന കേട്ടോ. അവിടെയൊക്കെ ഭയങ്കരമായിട്ട് റെഡിഷ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്യുക. അതുകൊണ്ട് എളാമന്റെ മോള് തന്നതാണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴാണ് കൂടുതൽ ഉപകാരത്തിലായത് ഈ ഒരു ലിപ്സ്റ്റിക്. എനിക്ക് ബ്ലഷ് ചെയ്യാൻ ഈ റൗണ്ടൊക്കെ വരക്കാൻ കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ അതാ നമ്മള് മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മള് സ്കാർഫ് ഇടുകയാണ്. നമ്മളെ കോട്ടന്റെ ഷോളാണ് ഒപ്പനയ്ക്കുള്ളത്. അപ്പൊ അത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, സ്ലൈഡ് കുത്തിയാലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്കാർഫ് നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സ്കാർഫ് എടുത്തിട്ട് നല്ലപോലെ കറക്റ്റായിട്ട് മുടിയൊക്കെ ഉള്ളിലാക്കിയിട്ട് ഞാൻ കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പൊ കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ടൈറ്റ് മുറുകിയെന്ന് പറയണം. അപ്പൊ ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുത്തു. പിന്നെ ഇതാണ് നമ്മുടെ ഷോൾ വന്നിട്ട് ഈ ഒരു കസവിന്റെ ഗോൾഡൻ കളറിലുള്ള ലൈസ് വന്നിട്ട് അതിൽ ബ്ലൂ കളറിലുള്ള ഒരു വിക്ടറി ആയിട്ടുള്ള ഒരു വർക്കും കൂടി ഉണ്ട്. അങ്ങനെ എന്തായാലും നമ്മുടെ ഫിലിമോൾക്ക് അവസാനമായിട്ട് ഷോളും കൂടി ഇടാനുണ്ടായിരുന്നു. അങ്ങനെ ഇട്ട് കൊടുത്തു. എന്നിട്ട് സ്ലൈഡ് ഞാൻ എടുത്തു. ആദ്യം ഞാൻ കറക്റ്റായിട്ട് നോക്കിയിട്ട് വലിപ്പം രണ്ടും പാകാണോ നോക്കി, അവളുടെ ഹൈറ്റിനനുസരിച്ചിട്ട്. കാരണം വലിയ ഷോളല്ലേ, ഞാൻ ഒരു 3/4 ഭാഗത്തോളം പകുതി മടക്കിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ സ്ലൈഡ് എടുത്തു. സ്ലൈഡ് എടുത്തിട്ട് 2 സൈഡിലും 2 കുത്തി. അതിന് തൊട്ടടുത്ത് ഞാൻ ഓരോന്നോരോന്നായിട്ട് കുത്തി അങ്ങനെ റെഡിയാക്കി. അപ്പോഴേക്കും അവൾ അവിടെ ഷോള് വെച്ചിട്ട് ഡാൻസും മറ്റു കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ സ്ലൈഡ് കുത്തിയ സമയത്ത് അവൾ നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ലിപ്സ്റ്റിക് കയ്യിൽ കൊടുത്തു. അങ്ങനെ ഒന്ന് അടങ്ങി നിന്നോട്ടെ എന്ന് കരുതിട്ട് കൊടുത്തത് നോക്കുമ്പോൾ എനിക്കിട്ട് പണി കിട്ടി എന്ന് പറഞ്ഞ പോലെ ലിപ്സ്റ്റിക് അതിന്റെ ഉള്ളിലുള്ളത് കൈകൊണ്ടൊക്കെ തോണ്ടി അവിടെ ഇവിടെയൊക്കെ ആക്കുന്നുണ്ട്. ഞാൻ ചീത്ത പറയുന്നുണ്ട് കേട്ടോ. കാരണം അത്രയും വിയർത്തൊലിക്കുന്നു, ചൂടെടുക്കുന്നുണ്ട്, എല്ലാരും മാറ്റുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഇവള് ഇത്രയും മേക്കപ്പ് ചെയ്തിട്ട് ഇനി ഓളെ ഇഷ്ടത്തിനുള്ള ലിപ്സ്റ്റിക്കും അവിടെ ഇവിടെയൊക്കെ തേച്ച് കഴിഞ്ഞാൽ ആകെ കൊളാവൂലേ. ഫിലിമോളാണ് ഒപ്പനയിൽ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ പെട്ടെന്ന് എടുത്ത് കാണിക്കുകയും ചെയ്യും, എല്ലാവരുടെ വീഡിയോസിലും എടുത്ത് കാണിക്കും. അപ്പൊ അതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ 1-2 ചീത്തയൊക്കെ പറഞ്ഞിട്ട് എന്തായാലും കറക്റ്റായിട്ട് നിന്നു. ഷോളൊക്കെ കുത്തി. പിന്നെ ബാക്ക് സൈഡിൽ ഞാൻ സ്ലൈഡ് ഫ്രണ്ട് സൈഡിലൊക്കെ കുത്തിയതിന് ശേഷം ബാക്ക് സൈഡിലോട്ട് ഞാൻ പിടിച്ചിട്ട് ഉള്ളിലൂടെ ഞാൻ പിന്ന് കുത്തി കൊടുത്തിട്ടോ. എന്നാ പിന്നെ ഷോള് നമ്മൾ കളിക്കുന്ന സമയത്ത്
ഷോൾഡറിന്റെ എങ്ങോട്ടോ മുന്നിലോട്ടോ ചാടില്ല, ബാക്കിൽ മാത്രം നിന്നോളും. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ എല്ലാം അടിപൊളിയാക്കി സെറ്റാക്കി കൊടുത്തു. അപ്പൊ സ്ലൈഡ് കുത്തുമ്പോൾ ചെറുതായിട്ടൊരു വേദന ഉണ്ട് കേട്ടോ, മുടിന്റെ ഉള്ളിലൂടെ കുത്തല്ലേ, അവൾക്ക് വലിയ പരിചയമില്ല, ടിക്ക കുത്തി ശീലമുള്ളതാണ്. അപ്പൊ അങ്ങനെ കുത്തി എക്സ്പ്രഷൻ ഒക്കെ കാണിക്കാൻ കേട്ടോ. പിന്നെ ഇവിടെ ഓരോരുത്തരും മാറ്റുന്നുണ്ട്. നമ്മുടെ മണവാട്ടിയാണ് കേട്ടോ, മണവാട്ടിക്കുട്ടി ഇതവിടെ സുന്ദരിയായിട്ട് ഓർണമെന്റ്സും ഡ്രസ്സും മേക്കപ്പ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഫിലിമോൾ ഇതാ ഏകദേശം മാറ്റി, ഇനി ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ടായിരുന്നു. അപ്പൊ വള നമ്മൾ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വള ഞാൻ 2 കയ്യിലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ 3 സെറ്റ് വള ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, 2 സെറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു 2 സെറ്റ് ആയാലും കയ്യിൽ വല്ലാണ്ട് കാണാനുണ്ടാവില്ല, കുറച്ചധികം കാണാനുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 3 സെറ്റ് വാങ്ങിയിട്ട് പകുതി ആക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ വളയൊക്കെ ഇടുമ്പോൾ എക്സ്പ്രഷൻ ഒക്കെ കാണിക്കുന്ന സംഗതി വലിയ വേദന കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും കുറച്ചൊക്കെ ഉണ്ടാവും. അങ്ങനെ വളയൊക്കെ ഇട്ട് സെറ്റാക്കി. പിന്നെ ഓർണമെന്റ്സ് 2 മാലയും ജിമിക്ക് കമ്മലും വളയൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇവര് 4 പേര് മുറ്റത്തിറങ്ങിയിട്ട് കളിക്കാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഒപ്പന ഇതാണ്, എല്ലാവരും കണ്ടു നോക്കുക. ഇതിൽ ഞാൻ സോങ് ഇടുന്നുണ്ട്, ഇത് കംപ്ലീറ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കണ്ട് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാനായിട്ട് വരിക കേട്ടോ.
അങ്ങനെ ഫിലുമോളുടെ ഒപ്പനയൊക്കെ ഉഷാറായിട്ട് കഴിഞ്ഞു. കോസ്റ്റ്യൂമും ഓർണമെന്റ്സും ഒക്കെ ടീച്ചേഴ്സിന് കൊടുത്തു. നമ്മളിതാ നേരെ വീട്ടിലോട്ട് പോവാണ്. സ്കൂളിൽ നിന്ന് ഇറങ്ങി. കാരണം എന്താ വെച്ചാൽ നല്ലപോലെ ടയേർഡായിരുന്നു. കൈയും കാലും ഊരൊക്കെ ഭയങ്കര വേദന ഉണ്ടായിരുന്നു. ഫിലുമോളുടെ കൂടെ ഓടിയിട്ടും വിയർത്തൊലിച്ചിട്ടും അങ്ങനെ എന്തായാലും ഫിലുമോളുടെ പരിപാടി കഴിയട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്ന വഴിക്ക് ഒപ്പന കഴിഞ്ഞാൽ എനിക്ക് ഐസ്ക്രീം, ബ്രോസ്റ്റ്, അതേപോലെ കളർ ബുക്ക്, കളറൊക്കെ വേണമെന്ന് സ്പോൺസർ ചെയ്തിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഞങ്ങളിതാ ഓട്ടോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഫിലുമോൾ ഇതാ ഇന്ന് മേല് കഴുകണം വീട്ടിലെത്തിയിട്ട്. അതിന് മുന്നേ ഐസ്ക്രീം കഴിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.